അപ്പം ഞാനിങ്ങനെ കാനഡയിൽ ധ്യാനം നടത്തുമ്പോൾ ലിസി പറഞ്ഞ സാക്ഷ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ സാക്ഷ്യം പറഞ്ഞത് ലിസി ഒരു നേഴ്സാണ്. ഇവരുടെ അവസ്ഥ ഭയങ്കര രസമാണ്. ഇവർ 18 വർഷത്തിന് മുമ്പ് 2005 മറ്റേ നഴ്സിംഗ് പാസ്സായതാണ്. അപ്പം അന്ന് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമേരിക്കയിൽ ജോലി ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എല്ലാ നേഴ്സുമാരും അക്കാലങ്ങളിൽ അമേരിക്കയിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ട്രംപ് പൂട്ടി വരികയല്ലേ സംഭവം. അപ്പം അതുകൊണ്ട് ഇവർക്ക് പക്ഷേ പോകാനൊത്തില്ല. കാര്യം അതിൻ്റെ പ്രോസസ്സിങ് ഭയങ്കര കഠിനമാണ്. അവിടെ ഒരു വിസ കിട്ടുക, അല്ലെങ്കിൽ തന്നെ അതിനുശേഷം അവിടെ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടുക, PR കിട്ടുക, ഗ്രീൻ കാർഡ് കിട്ടുക, അതൊക്കെ വലിയ തൊല്ല പിടിച്ച പരിപാടിയാണ്. ചിലപ്പോഴൊക്കെ ലോട്ടിങ്ങിലേ വരത്തുള്ളൂ. 10 ലക്ഷം പേര് ലോട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു മിഷൻ കറക്കിയിട്ട് ഒരാൾക്കൊക്കെ വിസ കൊടുക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നൂലാമാലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരതിനകത്ത് പരാജയപ്പെട്ട് ഇവർ പിന്മാറി. ഇവർ കാനഡയ്ക്ക് കിട്ടി. കാനഡയ്ക്ക് ഈ അടുത്ത കാലത്താണ് തുറന്നത്. മറ്റു രാജ്യങ്ങളെല്ലാം തുറന്നത് കോവിഡിന് ശേഷമാണ്. ശക്തമായ രീതിയിൽ മറ്റു രാജ്യങ്ങളെല്ലാം ഇവരെല്ലാം സ്വീകരിക്കാനും സർവീസ് മേഖല തുറന്നു കൊടുത്തത് മറ്റുള്ളവർക്ക് വേണ്ടി. ഇപ്പം നേരത്തെ അമേരിക്ക മാത്രമേ തുറക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇവർക്ക് അവിടെ കിട്ടിയില്ല. കാനഡ തുറന്നപ്പോൾ ഇവർ കാനഡയിൽ പോയി ഭർത്താവുമായിട്ട് മക്കളൊക്കെ ആയിട്ട് അവിടെ താമസിക്കുകയും. അപ്പോൾ അവർ ഒരുവിധം ഓക്കെയാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് ഇവർ സൗഭാഗ്യം തേടി പോയതാണെന്നൊന്നും ധരിക്കരുത്. നിങ്ങളൊന്നും ഞാനൊന്നും അവിടെ ജീവിക്കത്തില്ല. ഞാൻ പോണതെല്ലാം സമ്മറിലാണ് പോണത്. അവിടുത്തെ സാധാരണ ക്ലൈമറ്റ് എന്ന് പറയുന്നത് -30 എന്ന് വെച്ചാൽ നമ്മുടെ കൈ ഊരിക്കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ വിരലൊടിച്ച് കളഞ്ഞാൽ മതി. അത്രയും തണുപ്പാണ്. ആൾക്കാർ ഫിൻലൻഡിൽ പോയി താമസിക്കുന്നുണ്ട്. പക്ഷേ അത്രയും പെയിൻഫുള്ളാണ് ജീവിതം. കിട്ടണ കാശ് മുതലാകത്തില്ല. അവർ ടാക്സ് അടിക്കും. 40% ടാക്സാണ്. പിന്നെ എന്താ വീട്ടിലോട്ട് അയക്കണത്? 40%, 100 രൂപ കിട്ടിയ 40 രൂപയും കൊണ്ട് ഗവൺമെൻറ് പോയിട്ട്. ഗൾഫിലൊന്നും അവരങ്ങനെ ചെയ്യത്തില്ല. ഉള്ളത് നമുക്ക് തരും, വീട്ടിൽ വരാൻ പറ്റും. പക്ഷെ അവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഗൾഫിൽ ആരെയും താമസിപ്പിക്കത്തില്ല, വണ്ടി വിടാൻ പറയും. നിൻ്റെ 3 കൊല്ലം കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഓവർ, പാക്ക് ചെയ്യുമവർ. അമേരിക്ക പാക്ക് ചെയ്യത്തില്ല. അവർക്ക് ഗ്രീൻ കാർഡൊക്കെ തന്ന് നമ്മളവിടെ നിർത്തുമവർ. അപ്പം പല ജീവിതത്തിനും പല പ്രശ്നങ്ങളാണ് ഉള്ളത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ പഠിച്ചവരായതുകൊണ്ടും കേരളത്തിൽ നല്ല ശതമാനം ആൾക്കാരും പഠിച്ചിരിക്കുന്ന കാരണം അവർക്ക് പുതിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റും. പോകുന്നത് നല്ലതാണ്. പക്ഷേ അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയണത്, ഈ ലിസി അവിടെ താമസിക്കുകയാണ്. 14 കൊല്ലമായിട്ട് അവിടെ താമസിക്കുകയാണ് കാനഡയിൽ. ഇപ്പോൾ ലിസിക്ക് ഒരാഗ്രഹമുണ്ട്. അവരുടെ പ്രൊഫഷൻ നല്ലവണ്ണം എക്സർസൈസ് ചെയ്യണം. ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ വേണമല്ല. എല്ലാവർക്കും ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അവർ പഠിച്ച ട്രേഡ് തന്നെ കിട്ടണം, പഠിച്ച സ്ഥലത്ത് തന്നെ ജോലി ചെയ്യണം. അതിനൊരു റൈറ്റാണ് നമ്മുടെ. അപ്പോൾ അവർ കിട്ടിയിരിക്കുന്ന ജോലിയിൽ, അവരുടെ പഠനത്തിൽ അവരത്ര ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളല്ല. പക്ഷേ ഇനിയിപ്പോൾ കഴിയാൻ പറ്റും. ഇവർക്കിപ്പോൾ 40 വയസ്സായി. അപ്പോൾ അവർക്ക് അമേരിക്കൻ സ്വപ്നം അവർ ഉപേക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് കാനഡയിൽ ജീവിക്കാൻ വേണ്ടി. ഇപ്പോൾ ഞാനവിടെ കാനഡയിൽ ധ്യാനം ടൊറൻറ്റോയിലും എൻ്റെ അപ്പുറത്തും ഗെത്സെമിനിൽ, അവിടുത്തെ ഗെത്സെം ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടത്താൻ ചെല്ലുമ്പോൾ അവിടെ 10,000-3000 പേരുണ്ടായിരുന്നു ആ ധ്യാനത്തിൽ. അവിടെ ചെല്ലുമ്പോൾ ലിസി പറയണത്, ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് 5 സെക്കൻഡാണ് കിട്ടണത്. 5 സെക്കൻഡ് കിട്ടി. ആ സമയത്താണ് ലിസി തൻ്റെ അമേരിക്കൻ സ്വപ്നം പറയണത്. അത് അവളെ ഉപേക്ഷിച്ച് കളഞ്ഞതാണത്. ആ പുസ്തകം ഒക്കെ പറിച്ച് കീറി കളഞ്ഞതാണ്. ആ സമയത്ത് വന്നപ്പോൾ ഈ അഹ്റോൻ്റെ വടി ക്ലിർക്ക് എന്നും പറഞ്ഞൊരു പ്രോസസ്സ് ഉടമ്പടിയിലുണ്ട്. ഉടമ്പടിയിലേ അതേ ഉള്ളു. എനിക്കറിയാമല്ലോ, വാഗ്ദാനപ്പെടുന്നത് 3 സബ്സ്റ്റൻസാണ് ഉള്ളത്. എന്തൊക്കെയാണത്? ഒന്ന്, ആകാശമന്ന നിറച്ച കലശം, കുടം, പാത്രം. രണ്ടാമത്തെ എന്താണ്?
കർത്താവിന് മോസസിന് കൊടുത്ത വചനങ്ങൾ. പിന്നെ മൂന്നാമത്തേത് എന്താണ്? ഈ അഹ്റോൻ്റെ തളർത്ത വടി. അഹ്റോൻ്റെ തളർത്ത വടിയെക്കുറിച്ച് ഒത്തിരി പേര് സാക്ഷ്യം പറയും. നമ്മുടെ പച്ച മെഴുകുതിരിയുടെ ഉദ്ദേശം തന്നെ അതാണ്. എന്താണ്? നിന്റെ സ്വപ്നങ്ങൾ പൊരിഞ്ഞ് കരിഞ്ഞു പോയതിനെ വീണ്ടും കർത്താവ് തളർപ്പിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഒരുമിച്ച് എല്ലാവരും യേശുവേ ആരാധന 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 യേശുവേ ആരാധന. എബ്രായർ 9:3-4 തിരുവചനങ്ങൾ. രണ്ടാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകം. അതെ. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹ്റോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. അഹ്റോന്റെ തളർത്ത വടി എന്ന് പറയുമ്പോൾ അഹ്റോന്റെ പൗരോഹിത്യത്തിനെ മോസസിന്റെ വൈഫ് ചോദ്യം ചെയ്ത്. അതാണ് പ്രശ്നം. ടേക്ക് ദാറ്റ് പാസേജ്. ഹല്ലേലൂയ. എന്താ അഹ്റോന്റെ കഴിവുകൾ തനിക്ക് ഉണ്ട്. ദൈവം അഹ്റോനോട് മാത്രമല്ല തന്നോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയിൽ ഒരു മേൽഗതി കിട്ടാൻ വേണ്ടി മോസസിൻ്റെ വൈഫ് പാളയത്തിൽ പടയുണ്ടാക്കി. അപ്പോൾ അത് വലിയ കൺഫ്യൂഷനായി. ഇപ്പോൾ മോസസ് പറഞ്ഞു, ഓക്കെ, നിനക്ക് കൺകറൻസ് ഉണ്ടോ ഇല്ലയോ? അഹ്റോനുള്ളതുപോലെ കൺകറൻസ് മോസസിൻ്റെ വൈഫിനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കൊരു പരീക്ഷണം നടത്താം, കർത്താവ് തീരുമാനിക്കട്ടെ എന്ന് പറയും. നിങ്ങളെല്ലാവരും പോയി ഓരോ വടി വെട്ടി ഉണക്ക വടി കൊണ്ടുവന്ന് കൂടാരത്തിൽ വെക്കുക. രാവിലെ നമുക്ക് കൂടാരം അടക്കണം. രാവിലെ കൂടാരം തുറക്കുമ്പോൾ ആര് വെച്ച വടിയാണ് തളർത്തതെങ്കിൽ അവനാണ് കർത്താവിൻ്റെ അംഗീകാരമെന്ന്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സംഖ്യാ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനങ്ങളാണ്. സാക്ഷി കൂടാരത്തിൽ കർത്താവിന്റെ മുമ്പിൽ മോശ വടികൾ വെച്ചു. പിറ്റേ ദിവസം മോശ സാക്ഷി കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. അപ്പോൾ ദൈവികമായ നടപടിക്രമമാണത്. ജീവിതം കരിഞ്ഞുണങ്ങിപ്പോയ സംഭവമായിരിക്കാം. പക്ഷെ ദൈവം വന്ന് തൊടുമ്പോൾ ഇത് തളർത്ത് വരും. ആ ഒരു കോൺസെപ്റ്റിലാണ് നാം പച്ച മെഴുകുതിരി കത്തിക്കണത്. ബദാം ഉണങ്ങിയ പടി ദൈവം തൊട്ട് ജീവിതമാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. നമ്മുടെ ജീവിതം ചിലപ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട്, ജോലി ഇഷ്ടാതെ നീണ്ടുപോയി, കല്യാണം ഒത്താതെ നീണ്ടുപോയി, മക്കളില്ലാതെ നീണ്ടുപോയി, അങ്ങനെ കരിഞ്ഞുപോയി, സ്വപ്നങ്ങൾ കരിഞ്ഞുപോയി. അതിനെ ഉടമ്പടിയിൽ അവൻ പറയണ പോലെ നീ ചെയ്ത് കഴിയുമ്പോൾ ദൈവം നേരിട്ട് ഇടപെട്ടിട്ട് ഈ ജീവിതത്തെ അങ്ങ് തൊടും. അപ്പോൾ എന്തു ചെയ്യും? ഇത് അതുകൊണ്ടാണ് 22 കൊല്ലങ്ങളായിട്ട് മക്കളില്ലാത്തവരൊക്കെ എങ്ങനെ മക്കളെയും കൊണ്ട് പോയത് ഉടമ്പടി കഴിയുമ്പോൾ? ഈ മക്കൾ എവിടെയായിരുന്നു? 22. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നത് കരിസ്മാറ്റിക് മേഖലയിൽ നിന്നാണ് കർത്താവ് എന്നെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കാലങ്ങളിലേക്ക് ഇവിടെ ധ്യാനം ഇവിടെ ഞാൻ 92 തുടങ്ങിയതാണ്. അന്ന് മുതൽ ധ്യാനമുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ തന്നെ ധ്യാനം തുടങ്ങിയത് 2000-ലാണ്.
2000 തൊട്ട് 2016 വരെ ഉടമ്പടി വരണം 2016 15. അപ്പോൾ ആ കാലങ്ങളിലെല്ലാം ഇവിടെ ധ്യാനം നടക്കൊണ്ടായിരുന്നു. പക്ഷേ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുമായിരുന്നു. അത് 6 കൊല്ലം 7 കൊല്ലമേ ഉള്ളൂ. ഉടമ്പടി വരുമ്പോഴാണ് 24 കൊല്ലം 22 കൊല്ലം 23 കൊല്ലം ഭയങ്കര 3 ഇരട്ടി വ്യത്യാസം വന്നിരിക്കുകയാണ്. എന്തായാലും ഒരു സൈഡിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ അച്ഛനെ കാണാനുള്ള തീരുമാനത്തിൽ കൃപാസനത്തിലെത്തി. അമ്മയുടെ ഒരു ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. അച്ഛൻ പ്രാർത്ഥിച്ചു. ആ വിശ്വാസത്തിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. 6 മാസത്തേക്ക് കീമോ ആണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. 6 മാസത്തെ കീമോ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി കഴിച്ചുകൂട്ടി. അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റത്തില്ല. ഛർദിലാണ്, അതേപോലെ തന്നെ ലൂസ് മോഷനും, കിടന്ന കിടപ്പിലാണ്, എല്ലാം ബെഡിലാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലെത്തി. 6 മാസത്തെ കീമോ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സമാധാനിച്ചു. ഇനിയെങ്കിലും കീമോയുടെ സൈഡ് ഇഫക്റ്റിൽ നിന്ന് ഒരു മോചനം കിട്ടും, എങ്ങനെയെങ്കിലും എണീപ്പിച്ച് നടത്താൻ സാധിക്കും. അപ്പം ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വളരെ ശക്തമായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ദിവ്യകാരുണ്യ പ്രവർത്തികൾ ഞങ്ങളെക്കൊണ്ട് സാധിക്കും വിധം ചെയ്യുന്നു. ഞാനും എൻ്റെ ബ്രദറുണ്ട്, പുള്ളിയും മസ്കറ്റിലാണ്. ഞങ്ങൾ മക്കളൊക്കെ മാറി മാറി വന്ന് നിന്ന് അമ്മയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എങ്കിലും വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു. ഞാനും ബ്രദറും കൂടെ സംസാരിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് സംസാരിച്ച് തീരുമാനിച്ചു കീമോ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞു 6 മാസത്തെ കീമോ എങ്കിലും ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ 6 മാസത്തെ കീമോ ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്ത വിസിറ്റിൽ ചെല്ലുമ്പം ഇനിയും കീമോ വേണ്ട എന്ന് പറയും എന്ന് പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു മൾട്ടിപ്പിൾ മൈലോമ ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ക്യാൻസർ അല്ല, ഇതിന് മെയിൻ്റനൻസ് കോഴ്സ് ജീവിതകാലം മുഴുവനും ചെയ്യണം. അതായത് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഈ മരുന്ന് വളരെ കുറഞ്ഞ അളവിൽ എടുക്കേണ്ടി വരും, അല്ലാതെ വേറെ യാതൊരു മാർഗവും ഇതിനില്ല. സയൻറ്റിഫിക്കലി ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായി. വീണ്ടും ഞങ്ങൾ തിരിച്ച് കൃപാസനത്തിൽ ഞങ്ങൾക്ക് വരാൻ സാധിക്കത്തില്ല. എങ്കിലും ഞങ്ങൾ തിരിച്ച് മസ്കറ്റിലെത്തിയപ്പം എൻ്റെ ബ്രദറും വൈഫും മാത്രമേ ഇവിടെ ഉള്ളൂ. അവരും അമ്മയുടെ സാഹചര്യത്തിൽ അമ്മയെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന ഞങ്ങൾക്ക് അറിയാവുന്ന സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു കൃപാസനത്തിൽ ആരെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഒരു ദിവസം രാവിലെ ഞങ്ങൾ 3 പേരും കൂടെ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു നമുക്ക് ഏതായാലും കീമോ നിർത്താം, മാതാവിനും ഏൽപ്പിച്ചു കൊടുക്കാം അമ്മയെ, നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. മരുന്ന് കൊടുത്ത് അമ്മയെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിലും ഭേദം നമുക്ക് മരുന്ന് നിർത്തി മാതാവിനെ ഏൽപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ മരുന്ന് പൂർണ്ണമായിട്ടും നിർത്തി. 3 ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ എടുത്തു. 3 ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു സയൻറ്റിഫിക്കലി മൾട്ടിപ്പിൾ മൈലോമ ഒരു മെയിൻ്റനൻസ് കോഴ്സ് ആവശ്യമുള്ള അസുഖമാണ്. പക്ഷെങ്കിൽ അമ്മയുടെ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. ഡോക്ടർമാരാരും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. കീമോ അന്ന് നിർത്തിയതാണ് ഞങ്ങൾ. ഇപ്പോൾ അമ്മ 1 വർഷമായിട്ട് ഒരു മെഡിക്കേഷനും എടുക്കുന്നില്ല, യാതൊരുവിധ മരുന്നുകളുമില്ല. അമ്മ എണീറ്റ് നടക്കുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്, ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഒന്ന് എണീറ്റ് ബാത്റൂമിലെങ്കിലും പോകാൻ അമ്മയ്ക്ക് സാധിക്കണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. മാതാവ് എൻ്റെ അമ്മയെ കൃപാസനം വരെ കൊണ്ടുവന്നു. ഞങ്ങളിന്ന് രാവിലെ 10 മണിയായപ്പം കൃപാസനത്തിലെത്തിയതാണ്. ഇത്രയും നേരം വരെ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ലാതെ അമ്മ ഇവിടെ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്. ഇതിലും വലിയ അനുഗ്രഹം ഒന്നും മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരാനില്ല. ഞങ്ങൾ അതിനു വേണ്ടിയായിരുന്നു പ്രാർത്ഥനയെല്ലാം സമർപ്പിച്ചത്. അതിനായിട്ട് ഞങ്ങൾ മാതാവിനോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ ഉടമ്പടി ജീവിതം തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രാർത്ഥന ചൊല്ലുമെന്ന് മാത്രമല്ല, എന്നും രാവിലെ ഞങ്ങൾ കുർബാന കാണാൻ ഞങ്ങൾ നേരത്തെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾ രാവിലെ എണീറ്റ് കുർബാനയ്ക്ക് പോകും. ഞങ്ങൾ മസ്കറ്റിലാണെങ്കിലും ഞങ്ങൾ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന ദിവസം എല്ലാം കുർബാനയ്ക്ക് പോകും. ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ 2-3 സാക്ഷ്യങ്ങളെങ്കിലും കേൾക്കും.
അച്ഛൻ്റെ ടോക്ക് ഒറ്റയൊരു ചൊവ്വാഴ്ച പോലും മുടങ്ങാതെ ഞങ്ങൾ കേൾക്കും. എല്ലാ ടോക്കിലും അച്ഛൻ ഊർജം പകരുന്ന എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഞങ്ങൾക്ക് കിട്ടും. അമ്മയും ആ ടോക്ക് കേൾക്കും. ഞാനും അമ്മയും കൂടെ അതേപ്പറ്റി എന്നിട്ട് സംസാരിക്കും. അമ്മ ഇന്ന വാക്യം അമ്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് അച്ഛൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കുടുംബം മുഴുവനും മാതാവിലും ഈശോയിലും വിശ്വസിച്ച് ഒരു പ്രാർത്ഥനാ ചൈതന്യമുള്ള ജീവിതത്തിലേക്ക് ഞങ്ങൾ മാറി. ഈ ഉടമ്പടിയിൽ തന്നെ ജീവിതം മുഴുവനും ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈശോയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഞങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഇംഗ്ലീഷ് പള്ളിയിലാണ്. ഞങ്ങൾ മോസ്റ്റ്ലി ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയാണ്. അവിടെ എല്ലാ കമ്മ്യൂണിറ്റീസും ഉണ്ട്, എങ്കിലും ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയാണ്. അവിടെ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് കൃപാസനം പത്രം ഞങ്ങളുടെ പള്ളിയിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് പോകാറുണ്ട്. കൃപാസനം പത്രത്തിൻ്റെ മുഴുവൻ കെട്ട് അത് ഞങ്ങൾ കാണുവാണെങ്കിൽ ഞങ്ങൾ ആ പത്രം എടുത്തുകൊണ്ട് പോയി പലർക്കും വിതരണം ചെയ്ത് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ വിതരണം ചെയ്യാറുണ്ട്. ഞങ്ങൾ അങ്ങനെ 2-3 പ്രാവശ്യം സംഭവിച്ചു. ആരാ കൊണ്ടുവയ്ക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ മാതാവിൻ്റെ പത്രം ഞങ്ങൾ അവിടെ വിട്ടിട്ട് പോകാറില്ല. ഞങ്ങൾ ഈ പ്രാവശ്യം അങ്ങോട്ട് പോകുന്നത് ഇംഗ്ലീഷ് പത്രമാണ് കൊണ്ടുപോകുന്നത്. അവിടെയുള്ള ഞങ്ങളുടെ ഇംഗ്ലീഷ് സുഹൃത്തുക്കൾക്കും മാതാവിനെ എത്തിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ചെയ്യുന്നത്. മാതാവ് അതിന് ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് സിനി അനിൽ. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി 2019 ഡിസംബർ 2-ാം തീയതിയാണ് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വരുന്നത്. അതിനെൻ്റെ ഒരു കൂട്ടുകാരിയായിരുന്നു ഇടയാക്കിയത്. കൃപാസനത്തിലെ പേപ്പർ എനിക്ക് ഇടയ്ക്ക് അവൾ എൻ്റെ കൂട്ടുകാരി തരുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെ ആദ്യം 2 ദിവസത്തേക്ക് അവധിയെടുത്ത് വന്നു. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല ഉടമ്പടി എങ്ങനെയാണ് എടുക്കേണ്ടത്, എവിടെയാണ് വരേണ്ടത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നുണ്ട്, അമ്മ തന്നെ എനിക്ക് വഴി ഒരുക്കി തരണം. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്ത് വന്നതാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. ഇവിടെ വന്ന് കയറി എനിക്ക് മൊബൈൽ അമ്മയുടെ ഒരു ഫോട്ടോ ആരും അയച്ചു തന്നുണ്ടായിരുന്നു. അത് നോക്കി ഞാൻ ഇവിടെ വന്നു, അമ്മയുടെ അടുത്ത് വന്നു, അമ്മയെ തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ഇവിടുത്തെ ഗേറ്റ് അടച്ചു, കുർബാന തുടങ്ങി. ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടിയെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെ ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നതാണ്, എന്നെ നാണം കെടുത്തരുതേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അച്ഛൻ ഉടനെ പറയുകയാണ്, നമ്മളൊക്കെ ഈശോയോട് പ്രാർത്ഥിക്കും, എന്നെ നാണം കെടുത്തരുതേ എന്ന്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഞാനിപ്പം മനസ്സിൽ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ, അത് അച്ഛൻ അവിടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് മനസ്സിൽ ആഗ്രഹിച്ചോ അത് അമ്മ അറിയുന്നുണ്ടെന്നുള്ളത് എനിക്ക് അവിടെ വെച്ച് തന്നെ എനിക്ക് ആ സമയം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു, തിരിച്ചു ഡൽഹിയിൽ പോയി. ആദ്യം തന്നെ 1 വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ ബ്ലീഡിങ്, അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് കിട്ടാനിടയായി. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലീഡിങ് നോർമലായി. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബ്ലീഡിങ് നിന്നു. യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, ഓപ്പറേഷൻ കൂടാതെ എൻ്റെ ബ്ലീഡിങ് നിൽക്കണമെന്ന്. അങ്ങനെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ആദ്യമായി ഉടമ്പടി എടുത്ത ഉടനെ തന്നെ എനിക്കത് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ ഉടമ്പടിയിൽ വെച്ചിരുന്ന 6 കാര്യങ്ങളിൽ 5 കാര്യവും എനിക്ക് സാധിച്ചു കിട്ടി. ആദ്യത്തേത് ഈ ബ്ലീഡിങ് ആയിരുന്നു. രണ്ടാമത് എനിക്കിവിടെ നാട്ടിലൊരു വീടോ സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്കൊരു ചെറിയ വീടാണ് ഞാൻ ചോദിച്ചത്, പക്ഷേ അമ്മ എനിക്കത് കറക്റ്റ് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും 3 മാസത്തിനുള്ളിലായിട്ട് 15 സെൻറ്റ് സ്ഥലവും ഒരു നല്ലൊരു വീടും തന്ന് അനുഗ്രഹിച്ചു. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു അതിന്. അതുപോലെ അമ്മയുടെ ഫോട്ടോയുമായിട്ടാണ് ഞാൻ ആ വീട് കയറി ചെല്ലുന്നത്. അമ്മ തന്ന വീടാണതെനിക്ക്. എൻ്റെ കയ്യിൽ ആ സമയത്തൊന്നും ഒത്തിരി പൈസയോ ഒന്നും ഉണ്ടായിരുന്നില്ല. കോവിഡിൻ്റെ സമയമായിരുന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഒരു കസിൻ ബ്രദറിലൂടെ അമ്മ എനിക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഞാൻ ആ സമയത്ത് ഡൽഹിയിലിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. അമ്മയുടെ മുൻപിൽ തിരികൾ കത്തിച്ച് പ്രദക്ഷിണ പ്രാർത്ഥനയും എല്ലാം പ്രാർത്ഥിച്ചു. അതുപോലെ അത് കഴിഞ്ഞിട്ട് കോവിഡിൻ്റെ സമയത്ത് ഹസ്ബൻഡിന് കോവിഡ് വന്നു. ഹോസ്പിറ്റലിൽ പോകേണ്ടി വരാതെ ഞാൻ മാതാവിനോട് ലൈറ്റൊക്കെ വേണ്ടി പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് വേറെ ആരുമില്ല, അമ്മയാണ് ഇടപെടേണ്ടത്. സഞ്ചാരി മാതാവായിട്ട് അമ്മ അവിടെ ഇടപെട്ട് എൻ്റെ ഹസ്ബൻഡിന് കോവിഡിൽ നിന്നും മുക്തി തന്നു.
അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ഹസ്ബൻഡ് കൊടുത്തിരുന്നു. അതുകൂടാതെ ഉടമ്പടി ഡിസംബറിൽ വന്ന് ഞാൻ പുതുക്കി 2021. വീണ്ടും ഞാൻ 2022 ജൂണിൽ വന്ന് പുതുക്കി. ആ പുതുക്കി കഴിഞ്ഞപ്പോൾ 8 വർഷമായിട്ട് വിൽക്കാൻ തടസ്സമുണ്ടായിരുന്ന ഒരു ഫ്ലാറ്റ്, ഡൽഹിയിലുണ്ടായിരുന്നൊരു ഫ്ലാറ്റ് എനിക്ക് വിൽക്കുവാനായിട്ട് സാധിച്ചു. രണ്ടാമത് പുതുക്കിയതിന് ശേഷം ഞാൻ 9 ദിവസത്തെ ഉടമ്പടി നൊവേന കൂടാൻ തുടങ്ങി. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ വീട് മേടിക്കുവാനായിട്ട് ഒരു വ്യക്തി എനിക്ക് ഫോൺ വിളിക്കുകയും 1 മാസത്തിനുള്ളിൽ തന്നെ റെഡി ക്യാഷ് തന്ന് ആ ഫ്ലാറ്റ് അവർ മേടിക്കുകയും ചെയ്തു. കൂടാതെ +2 മോൾക്ക്, അവൾ ഒത്തിരി പഠനത്തിൽ പുറകിലായിരുന്നു. അവളെല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷേ പരീക്ഷാ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പരീക്ഷയ്ക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ ഞാൻ 12ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അമ്മയെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നു നല്ല ട്യൂഷൻ കൊടുക്കണം, പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ അമ്മയുടെ അടുത്താണ്, അമ്മ അവരുടെ കാര്യം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ +2 നല്ല മാർക്ക് കൊടുത്ത് അമ്മ അവളെ അനുഗ്രഹിച്ചു. അത് 2 റൂമുള്ളൊരു ഫ്ലാറ്റിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് 5 പേർക്ക് താമസിക്കുവാനായിട്ട്. അപ്പം ഞാൻ 3 മുറിയുള്ള വീട് കിട്ടുവാനായിട്ട് അപേക്ഷ കൊടുത്തിരുന്നു. എൻ്റെ നമ്പർ ഏറ്റവും പുറകിലായിരുന്നു. എനിക്ക് മുൻപ് വരെയുള്ള എല്ലാവർക്കും ഫ്ലാറ്റ് കിട്ടി. ആ ക്വാർട്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് അനുയോജ്യമായുള്ള ഫ്ലാറ്റ് എനിക്ക് തരണം. ഞാൻ അമ്മയോട് അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് മേലധികാരിയുടെ ഓഫീസിൽ ഞാൻ പോകുമ്പോൾ ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ഞാൻ കൊണ്ടുപോകും. ആ ഓഫീസറുടെ മുൻപിൽ ഞാൻ ഇട്ടിട്ട് ഞാൻ ഓഫീസറോട് സംസാരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മ വേണം സംസാരിക്കാൻ. അങ്ങനെ അമ്മ ആ ഓഫീസറോട് സംസാരിച്ച് എനിക്ക് വേണ്ട വിധം അവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, കൈക്കൂലി മേടിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെയെല്ലാം അമ്മ ഇടപെട്ട് എനിക്ക് വേണ്ടത് ചെയ്തു. നമുക്ക് വേണ്ടിയിട്ട് ഒരാളെ അവിടെ മാതാവ് ആക്കുകയായിരുന്നു. ആ ഓഫീസറിലൂടെ അമ്മ സംസാരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. പിന്നെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചത് മാതാവിനോട്. ആ സമയത്ത് എനിക്ക് കിട്ടിയിരുന്ന ഒരു വചനം പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ ഒടുവിലാണ് ഞാൻ ഉണർന്നതെന്നുള്ള ആ വചനം എൻ്റെ ജീവിത രീതിയിലേക്ക് ഞാൻ മാറ്റി പറഞ്ഞു, മാതാവേ ഒടുവിലാണ് എൻ്റെ നമ്പർ കിടക്കുന്നത്, എല്ലാവരുടെയും എല്ലാവരുടെയും ഒപ്പം എത്താനായിട്ട് അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയോട് മേടിച്ചെനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ ഒടുവിൽ കിടന്ന എൻ്റെ നമ്പർ അമ്മ എനിക്കത് എല്ലാവരുടെയും മുൻപിലാക്കി തന്നു. അങ്ങനെ 3 മുറിയുള്ള ആ ഫ്ലാറ്റിലേക്ക് എനിക്ക് മാറുവാൻ സാധിച്ചു. കൂടാതെ ഞാൻ 2022 ഡിസംബർ 7 ആ സമയത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയമാണല്ലോ. അപ്പം എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കിടന്നു. വെളുപ്പിനായപ്പോഴത്തേനും സ്വപ്നം കണ്ടു. നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും വട്ടേൽ അച്ഛനും ഒരു പള്ളിയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വട്ടേലച്ഛൻ അങ്ങ് എണീറ്റ് പോയി. പക്ഷെ നമ്മുടെ ജോസഫ് അച്ഛൻ എന്നെ കണ്ടിട്ട് എന്നെ നെറ്റിയിൽ കുരിശ് വരച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ വെളുപ്പിനെ സ്വപ്നം കാണുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം തന്നെ എനിക്ക് മാതാവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം അച്ഛനിലൂടെ ആണെങ്കിലും എനിക്കത് സ്വപ്നത്തിൽ കിട്ടാൻ എനിക്കിടയായി. കറക്റ്റ് പിറ്റേ ദിവസം ഡിസംബർ 8 ഞാൻ വെളുപ്പിനെ ഇതേ സമയം തന്നെ ഞാൻ മാർപ്പാപ്പയെ സ്വപ്നം കാണുകയാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എത്രയും പെട്ടെന്ന് തന്നെ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ തിരുസഭ അംഗീകരിക്കുവാനായിട്ട് ഇടയാകണമേ എന്ന് ഞാൻ ആ സമയം തന്നെ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നത്. ഒത്തിരി ഞാൻ ഒരു കാര്യം മാതാവിനോട് ഇങ്ങനെ ചോദിച്ചാൽ മതി, മാതാവ് ഇതാണ് എൻ്റെ അവസ്ഥ, എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാതാവ് അത് എനിക്ക് സാധിച്ചു തരികയാണ്. അതുപോലെ കാരുണ്യപ്രവൃത്തികളായിട്ട് എൻ്റെ മുൻപിൽ ആര് വിഷമിച്ച് വന്നു കഴിഞ്ഞാലും അവരോട് എനിക്ക് കൃപാസനത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ മക്കൾ എന്നോട് പറയും, അമ്മയ്ക്ക് ആരെ കണ്ടാലും കൃപാസനത്തെ പറ്റി പറയാനേ ഉള്ളൂ സമയമെന്ന്. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ അത്രയ്ക്കേറെയാണ്. ഉടമ്പടിക്ക് ശേഷം ഞാൻ ബൈബിള് എത്ര നേരം, അരമണിക്കൂറല്ല അതിൽ കൂടുതൽ സമയം എനിക്ക് വായിക്കുവാനായിട്ടുള്ള ഒരു കൃപ കിട്ടി. അതിന് മുൻപൊക്കെ ഒരു പാരഗ്രാഫ് പോയിട്ട് ഒരു
ഇതായിട്ട് ഞാൻ വായിച്ചിട്ട് പോവുകയുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ജപമാലയാണേലും ഡെയിലി ഒരു ജപമാല, അന്നത്തെ ആ ജപമാല ചെല്ലുന്നതല്ലാണ്ട് ആത്മാർത്ഥമായിട്ട് ജപമാല അങ്ങനെ ചെല്ലാറില്ല. പക്ഷേ ഉടമ്പടിക്ക് ശേഷം മുഴുവൻ ജപമാല ചെല്ലാതെ എനിക്ക് ഒട്ടും സമാധാനമില്ല. ഇഷ്ടംപോലെ എനിക്ക് എത്ര ജപമാല ഞാൻ ഒരു ദിവസം ചെല്ലുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കിട്ടുന്ന സമയങ്ങളിലെല്ലാം സമ്പൂർണ്ണ ജപമാല ചെല്ലുവാനാണ് ഞാൻ കൂടുതലും ശ്രമിക്കുന്നത്.